ഞാനങ്ങനെ ഒരു വേർഷൻ മിക്സ് ഫിനിഷ് ചെയ്തു. അത് നമ്മൾ കണ്ടുപോകുക. മ്യൂസിക് കുറയ്ക്കുമായിരിക്കും അല്ലേ? ബോധത്തല്ല സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ ചെന്നപ്പോൾ ഞാനൊരിക്കൽ ആ ബിൽഡിങ്ങിൽ ഒരാളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ലിഫ്റ്റ് തുറക്കുമ്പോൾ പുള്ളി മാസ്കൊക്കെ വെച്ചിട്ട് നിൽക്കുക. കേരളം കെട്ടിപ്പടുത്തത് ഇവിടുത്തെ പ്രവാസികളാണ്. ലക്ഷോപലക്ഷം നജീബുകൾ അവരുടെ ജീവിതം മരുഭൂമിയിൽ ഉണക്കി എടുത്ത, അത് പോലും ചെയ്യാൻ പറ്റാത്ത, അതിന് പൂഴിമണ്ണ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന, പിന്നെയും ഉള്ളിലേക്ക് പോവുകയാണ്. അത് ഉൾക്കടലിൽ നിൽക്കുന്ന നിങ്ങൾക്ക്, അതായത് തീരം വിട്ടുപോയ കടലിൽ നിന്ന് തലയ്ക്ക് പിന്നിൽ ഇങ്ങനെ പൊടി, അതായത് എൻ്റെ നമ്മൾ ക്യാമറകൾ നോക്കുമ്പോൾ ഈ 3.5 വർഷക്കാലം 4 വർഷക്കാലം നജീബ് ഇല്ലാതിരുന്ന കാലമായിട്ട് എന്താണ് ആക്ച്വലി? നമസ്കാരം. നമ്മൾ എത്ര നാളായി കാത്തിരിക്കുന്നു ആടുജീവിതം. ആ ആടുജീവിതം ഇറങ്ങുമ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഓസ്കാറിന് നമ്മളെ എത്തിച്ച മലയാളി, നമ്മുടെ എല്ലാം അഭിമാനമായ റസൂൽ പൂക്കുറ്റിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ആകാംക്ഷയിൽ ഇരിക്കുകയാണ് നമ്മളെല്ലാം. മലയാളികൾ എവിടെയുണ്ടോ അല്ലേ? അതെ, മലയാളികൾ ഒരുപാട് ചേർത്ത് പിടിച്ച ഒരു പുസ്തകമാണ്. അതിനേക്കാൾ ഉപരിയായി മലയാളി ഒരു സാമാന്യം വിവരമുള്ള മലയാളി ഉണ്ടല്ലോ, അതായത് വായിക്കുകയും ഒരു ജനറൽ സംഭവമൊക്കെ അറിയാവുന്ന മലയാളിക്ക് എപ്പോഴും അയാളുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കേരളം കെട്ടിപ്പടുത്തത് ഇവിടുത്തെ പ്രവാസികളാണ്. ആ പ്രവാസികൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവർ കടന്നു പോയിട്ടുള്ള ജീവിതം എന്താണ് എന്ന് നമ്മൾ പുറത്തു നിൽക്കുന്ന നമ്മൾ അറിയുന്നത് ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെയാണ്. അങ്ങനെ എത്രയോ ലക്ഷോപലക്ഷം നജീബുകൾ അവരുടെ ജീവിതം മരുഭൂമിയിൽ ഉണക്കി എടുത്ത ആ നാണ്യവിളയിലാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളം വളർന്നത് എന്നുള്ളൊരു ബോധം മലയാളിക്കുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 251 പതിപ്പ് നമ്മൾ ആ പുസ്തകം ഇറക്കി. ഇന്നലെയാണ് അതിന് 251ാമത്തെ പതിപ്പ് ഇറക്കിയത്. അത്രയധികം മലയാളികൾ ചേർത്ത് പിടിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന സിനിമ മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു ചിത്രമാണ്. മലയാളികളുടെ പ്രതീക്ഷകൾക്ക് ഒരു മലയാള സിനിമ എന്ന ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടുന്ന ഒരു യൂണിവേഴ്സലായ ഒരു സബ്ജക്റ്റാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പറയേണ്ടുന്ന കഥയാണ്, ചെയ്യേണ്ടുന്ന സിനിമയാണ് എന്ന ബോധത്തോടു കൂടിയാണ് നമ്മൾ ആടുജീവിതത്തെ അപ്രോച്ച് ചെയ്തതും. ആ ലെവൽ അങ്ങനെ തന്നെയാണ് ആടുജീവിതം ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും അതെ. ഈ ആടുജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ റിസ്ക് തന്നെയാണ് ഒരു മരുഭൂമിയിൽ നിന്നൊരു സൗണ്ട് അല്ലേ. പല സിനിമകൾ ഇറങ്ങി, എത്രയോ സിനിമകൾ മരുഭൂമി ബാക്കിലുണ്ടല്ലോ. അത് എത്രമാത്രം റിസ്കി ആയിരുന്നു താങ്കൾക്ക്? അത് തീർച്ചയായിട്ടും, കാരണം ഈ സിനിമയിൽ നമ്മൾ ഒറിജിനൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ബ്ലസ്സി ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വശം കേരളം, അതിൻ്റെ പച്ചപ്പ്, വെള്ളത്തിൻ്റെ സാന്നിധ്യം. കേരളം ഒരു ബാക്ക്വേർട്ടേഴ്സ് മൊത്തം ചുറ്റിക്കിടന്നാണ്. കായൽ, പുഴ, അവിടെ നീന്തി കുളിക്കുന്ന നജീബ്. ഇവിടെ നിന്ന് ഇയാൾ എത്തിപ്പെടുന്നത് മരുഭൂമിയിലാണ്. വെള്ളമില്ല, വെള്ളം മാത്രമാണ് കൺസേൺ. അത് മലയാളിക്ക് രാവിലെ അയ്യത്ത് പോയിട്ട് ചൗരിക്കണം എന്നൊരു സാധനം ഉണ്ടല്ലോ, അതില്ലാതെ മലയാളിക്ക് അത് പോലും ചെയ്യാൻ പറ്റാത്ത, അതിന് പൂഴിമണ്ണ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരു മലയാളിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പം ഓർമ്മകളെല്ലാം വെള്ളവും നനവുമാണ് നജീബിന്. നേരിടുന്നത് വെള്ളമില്ലാത്ത വരണ്ട കാറ്റും. ഈ 2 കോൺട്രാസ്റ്റാണ് സൗണ്ടിലുള്ളത്. അതായത് അത് ഒരു ലെവൽ, ഇപ്പം ഒരു സിനിമയിൽ ഒരു രാത്രി കാണിക്കണമെങ്കിൽ കുറച്ച് ക്രിക്കറ്റിൻ്റെ സൗണ്ട് ഇട്ടാൽ മതി, പെട്ടെന്ന് ആൾക്ക് നൈറ്റാണെന്ന് മനസ്സിലാവും. പക്ഷേ ക്രിക്കറ്റുകളില്ലാത്ത ഒരു മരുഭൂമിയിൽ രാത്രി നിങ്ങളെങ്ങനെ കേൾപ്പിക്കും? ഒരു പക്ഷേ ക്രിക്കറ്റ് സൗണ്ട് ഉപയോഗിക്കാത്ത നൈറ്റുകൾ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ചലഞ്ച് അതായിരുന്നു. അതില്ലാതെ, നമ്മൾ ക്ലിഷയായ സൗണ്ടുകൾ ഇല്ലാതെ എങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നത്, രാവിലെ എങ്ങനെ, ഉച്ച എങ്ങനെ, ഇതെല്ലാം
കാറ്റുകളുടെ വ്യത്യാസം മാത്രം കൊണ്ടുണ്ടാക്കിയെടുത്തുള്ള സിനിമയാണ്. ഒരേ ഒരു ശബ്ദമേ ഈ സിനിമയിലുള്ളൂ, അത് കാറ്റ് മാത്രമാണ്. ആ കാറ്റുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ മാത്രമാണ് സെക്കൻഡ് ഹാഫ് ഈ സിനിമ മുഴുവൻ. ഇവർ താണ്ടുന്ന മരുഭൂമി എന്ന് പറയുന്നത് ഉള്ളിലുള്ളൊരു മരുഭൂമിയിൽ നിന്ന് പിന്നെയും ഉള്ളിലേക്ക് പോവുകയാണ്. അത് ഉൾക്കടലിൽ നിൽക്കുന്ന നിങ്ങൾക്ക്, അതായത് തീരം വിട്ടുപോയ കടലിൽ നിന്ന് നിങ്ങൾ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. കാരണം മരുഭൂമി എന്നെ ഒരുപാട് എനിക്ക് ഭയങ്കര കൗതുകമാണ് മരുഭൂമി എന്ന് പറയുമ്പോൾ. കാര്യം മരുഭൂമി ഉണ്ടാകുന്നത് തന്നെ ഒരു 150 മില്യൺ ഇയേഴ്സ് എടുത്തിട്ടുണ്ട്. മരുഭൂമി പാറ പൊടിഞ്ഞാണ് മരുഭൂമി ഉണ്ടായിരുന്നത്. അത് എക്സ്ട്രീം വെതറാണ്, എക്സ്ട്രീം ഹോട്ട്, എക്സ്ട്രീം കോൾഡ്, അങ്ങനെ പൊടിഞ്ഞുണ്ടായിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചുള്ള ഇത് കടൽ പോലെയാണ്, കടലിൻ്റെ ആഴം പോലെ. മരുഭൂമിയുടെ പ്രതലങ്ങൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. കാരണം അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഒന്ന്. രണ്ട്, ഇതിനെപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെ നമ്മൾ ഡയലോഗ് റെക്കോർഡ് ചെയ്യുന്നു, സിനിമ എങ്ങനെ ഷൂട്ടിങ് തീർക്കുക എന്നുള്ളതാണല്ലോ. പിന്നീട് ഈ ഡിസൈൻ എന്ന ലെവലിൽ എങ്ങനെ ഇയാൾ എത്തിപ്പെടുന്ന മരുഭൂമിയിലേക്ക് പട്ടണത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് അകത്തേക്കുള്ള യാത്ര, അതൊരു വേരിയേഷൻ. ഇവിടെ എത്തിപ്പെട്ടിട്ട് ഇയാൾ ആടുകളെ മേയ്ക്കാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. കാലങ്ങൾ കടന്നു പോകുന്നു. കാലങ്ങൾക്ക് ശേഷം ഇവരവിടുന്ന് എസ്കേപ്പ് നടത്തുമ്പോൾ ഇവരെങ്ങോട്ടാണ് പോകുന്നവർക്ക് അറിയില്ല. സൂര്യനെ നോക്കിയാണ് നടക്കുന്നത്. അത് ഉള്ളിലേക്കാണോ അതോ ജീവിതത്തിലേക്കാണോ എന്നുള്ള അറിയില്ല. അപ്പോൾ ഒയാസിസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് യാത്രകളുണ്ട്. നമുക്കറിയാൻ മേലാത്ത കുറേ കാര്യം. ഈ യാത്രകളെല്ലാം ഇതിൻ്റെ ഈ വിൻഡ് മാത്രമാണ്, ചിലപ്പോൾ ഒന്നുമില്ല. ഇപ്പം ഞാൻ ദിവസങ്ങളോളം പോയി മരുഭൂമിയിൽ ഒരു മൈക്കും കുത്തിപ്പിടിച്ച് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് അതിരാവിലെകളിൽ ഞാൻ പോകും, 4 മണിക്കൊക്കെ പോയിരിക്കും. എന്നിട്ട് രാത്രികൾ മുഴുവൻ 11 മണി 12 മണി വരെ ഇരിക്കുന്നത്. അപ്പോൾ കൊടും തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. പിന്നെ എനിക്ക് വേണ്ടുന്ന സ്ഥലം, ഇപ്പം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരെയൊക്കെ എങ്കിലും ഹൈവേയിലൂടെ വണ്ടി പോകുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനും ഉള്ളിൽ പോകണം. 10-15 കിലോമീറ്റർ ഉള്ളിൽ പോകുമ്പോഴാണ് ശരിക്കും ഒരു മരുഭൂമിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നത്. ഞാൻ ഒരിക്കൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങളൊരു ഒരു കുഴിയിൽപ്പെട്ടു പോയി. ഈ കുഴിയിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുന്നില്ല. കാര്യം അത്രയ്ക്ക് കൺഫ്യൂസിങ് ആണ്. നമ്മൾ ചുഴിയിൽപ്പെട്ട രീതിയിലാണ്. ഈ വണ്ടി ഇങ്ങനെ കറങ്ങുന്നു. 45 മിനിറ്റ് എടുത്ത് നമുക്ക് ഈ ചുഴിയിൽ നിന്ന് പുറത്ത് കയറാൻ പറ്റുന്നില്ല. കാര്യം ചുഴിയിൽ നിന്ന് കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അത് ചുഴിയായി മാറി. പിന്നെ ഇങ്ങനെ കറങ്ങി ഏകദേശം ഒരു 45 മിനിറ്റോളം ഒരു ചുഴിയിൽ കടന്നുപോയി. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ ആ വണ്ടിക്കകത്തിരുന്ന് ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഈ സിനിമയെ കാണുന്നത് പോലെ ഈ മണ്ണിടിഞ്ഞ് വന്നാൽ ഈ വണ്ടി ഞങ്ങളെല്ലാം അടിയിലായി പോവില്ലേ. അപ്പോൾ ആലോചിച്ചത്, അപ്പോൾ നജീബ് എന്തുമാത്രം ഏത് അവസ്ഥയിലൂടെ കടന്നു, അതിൻ്റെ ഒരംശം പോലും ഇല്ലല്ലോ. പിന്നെ രാത്രി ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പിന്നെ എനിക്ക് ഡെസേർട്ടിൽ പരിചയമുള്ള, അല്ലെങ്കിൽ എനിക്കെൻ്റെ ജമാന്നൊരു സുഹൃത്തുണ്ട്. പിന്നെ ബിജു എന്ന് പറഞ്ഞ വേറെ ഒരു ഉദ്ദേഹമുണ്ട്, നമ്മുടെ കോമൺ ഫ്രണ്ടാണ്. ബിജു ആണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്, മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയുമല്ല, അതിന് ഉള്ളിലേക്ക് പോകണമെന്നപ്പോൾ എനിക്ക് ഡെസേർട്ടിൽ നമ്മുടെ കുറേ പ്രാന്തന്മാരുണ്ട് അവിടെ, മലയാളികൾ തന്നെ. ഇവർ ഈ ഡെസേർട്ട് ഡ്രൈവിങ് മാത്രമാണ് ഇവരുടെ തൊഴിൽ. ഇവരിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവർ പോയിട്ട് ഇവർക്ക് കംപ്ലീറ്റ് GPS സംഭവങ്ങളെല്ലാം ഉണ്ട്. അവരെ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഡീപ്പ് ഡെസേർട്ടിലേക്ക് പോകുന്നത്. ഒരു 15 കിലോമീറ്റർ ഉള്ളിൽ എനിക്ക് പോകുന്നത്. അവിടെ പോയി അപ്പം കുറേ സമയം ഇരുന്ന് റെക്കോർഡ് ചെയ്തു, കുറേ സമയം ചിലവഴിച്ചു, കുറേ കാറ്റ് കൊണ്ടു, കുറേ തണുപ്പടിച്ചു. ഏകദേശം എനിക്ക് വേണ്ടുന്നൊരു സംഭവങ്ങൾ കിട്ടിയെന്ന് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. പോയി വഴിയില്ലല്ലോ, പ്രത്യേകിച്ച് പാതയൊന്നുമില്ല. ഇതിങ്ങനെ ഒരു കണക്ക് പിടിച്ച് പോവാണ്. ഈ ഡെസേർട്ടിൽ പൊതുവേ ട്രാവൽ ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു കുന്ന് കണ്ടാൽ ഈ കുന്ന് പിടിച്ച് പോവാണ്, അല്ലെങ്കിൽ ഒരു വെളിച്ചം പിടിച്ച് പോവാണ്. രാത്രിയിൽ എന്ത് പിടിച്ച് പോകുന്നത്? ഒന്നുമില്ല. അപ്പോൾ ഡ്രൈവ് ചെയ്യുക. ഈ ഡ്രൈവ് ചെയ്ത കൂട്ടത്തിൽ ഒരാൾ പൊതിഞ്ഞുപോയി, ഒരു വണ്ടി പൊതിഞ്ഞുപോയി. പിന്നെ നമ്മളെല്ലാവരും തിരിച്ചു വരുന്നു. ഈ വണ്ടിയെ വലിച്ച് കെട്ടി, ഇതിനെല്ലാം സംഭവങ്ങൾ മാടലുണ്ട്, റോപ്പൊക്കെ ഇട്ട് വലിച്ച് കെട്ടി പൊക്കി നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ, ഇതാലോചിച്ചൊക്കെ ഒരാൾ 3.5 വർഷം 4 വർഷം 5 വർഷം ഒരു ലൈഫിൽ കടന്നുപോയി. അങ്ങനെ എത്രയോ ലക്ഷോപലക്ഷം ആളുകൾ കടന്നു പോയതിൻ്റെ പരിണിത ഫലമാണെന്ന് നമ്മൾ കാണുന്നൊരു കേരളമെന്നും ഒരു വികസിത കേരളം എന്നൊക്കെ പറയുമ്പോൾ
ഒരുപാട് ആളുകൾ സാക്രിഫൈസ് ചെയ്തു. അതൊരു ഈ സിനിമയെന്നല്ല, ഞാനത് ജീവിതമായിട്ടാണ് കാണുന്നത്. അത് പിന്നെ ഒരു കൂട്ടം ആളുകൾ കടന്നുപോയ ഒരു ജീവിതം മറ്റൊരു കൂട്ടം ആളുകൾക്ക് വേണ്ടി കാണിക്കാനുള്ള, പ്രതിഫലിക്കാനുള്ളൊരു ഒരു ഉപാധിയാണ് എന്നെ സംബന്ധിച്ചോളം ആടുജീവിതം എന്ന സിനിമ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു വെച്ചപ്പോൾ കുറേ സൗണ്ടുകളല്ലേ, കാറ്റിന് വ്യത്യസ്തമായ സൗണ്ടുകളുണ്ടല്ലേ, കടലിൻ്റെ തിരമാലയ്ക്ക് വ്യത്യസ്തമായ സൗണ്ടുകൾ ഇല്ലേ, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും ചലഞ്ചായി തോന്നിയ ഒരു സൗണ്ട് ഏതായിരിക്കും? ഈ ഇവർ പല രാത്രികൾ ഇവരിവിടെ ചിലവഴിക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇവർ ഉണരുമ്പോൾ കേൾക്കുന്നത് ശബ്ദമൊന്നുമില്ല, ഒന്നും കേട്ടിട്ടല്ല ഉണരുന്നത്. ഇപ്പം ഇവരിങ്ങനെ കിടക്കുന്ന ഷോട്ടാണ്. ഈ കിടക്കുന്ന അതിൽ നിന്ന് ഈ നമുക്ക് കാണാം തലയ്ക്ക് പിന്നിൽ ഇങ്ങനെ പൊടി, അതായത് എൻ്റെ നമ്മൾ ക്യാമറകൾ നോക്കുമ്പോൾ ഈ സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങും മണ്ണ്, സ്വർണ്ണ തിളക്കം. അപ്പോൾ എനിക്ക് ആ തിളങ്ങുന്ന സൗണ്ട് വേണം. അതായത് നമ്മൾ കടൽ ദൂരെ നോക്കിയാൽ ദൂരെ ഈ കടൽ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീൻ കാണാം. അതൊരു വാളിൻ്റെ ഒരു വാൾത്തലപ്പിൽ പിന്നെ ലൈറ്റ് വീണാൽ ഇങ്ങനെ തിളങ്ങുള്ളൂ. അതുപോലെ ഈ ഓരോ മണ്ണിൻ്റെ പൊടി ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. നജീബ് ഈ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നത് രണ്ടാമത്തെ ദിവസം.